ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ നമ്മുടെ ടീച്ചിങ് എക്സാംസുകൾക്ക് സൈക്കോളജിയിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മുടെ സിലബസിൽ കൊടുക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ പാവ്ലോവിൻ്റെ തിയറി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ ഇപ്പോൾ സൈക്കോളജി പഠിക്കാനായിട്ടുള്ള ഏതൊരു സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറേ പേരുടെ തിയറീസ് പഠിക്കാനായിട്ടുണ്ട്. ബിഹേവിയറൽ തിയറീസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് തിയറീസ് പഠിക്കാനുണ്ട്, ജസ്റ്റാൾട്ട് തിയറീസ് വരുന്നുണ്ട്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വരുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് പഠിക്കാനുണ്ട്? ലേണിംഗ് തിയറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ബിഹേവിയറിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഏറ്റവും ആദ്യത്തിൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ബിഹേവിയറിസ്റ്റുകാരാണ്. അപ്പോൾ ബിഹേവിയറിസ്റ്റിൽ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പാവ്ലോവിൻ്റെ തിയറിയാണ് ഈ ഒരു സെഷനിൽ ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ എവിടെ വരാറുണ്ട്? ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പാവ്ലോവിന്റെ പരീക്ഷണങ്ങൾ നോക്കാം. പരീക്ഷണങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് കാര്യം വളരെ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ? ഞാൻ ഇവിടെ കൃത്യമായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പാവ്ലോവിന്റെ തിയറീനെ കുറിച്ച് ഇനി നിങ്ങൾ എവിടെ കേട്ടാലും വായിച്ചാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഈ ഒരു പിക്ചറാണ്. ഇത് നമുക്ക് ആദ്യത്തെ ഒരു തവണ കാണുമ്പോൾ ഇത് എന്താണ് എന്നുള്ളൊരു തോട്ട് വരും. പക്ഷെ തിയറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യവും സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് ഫേസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ബിഫോർ കണ്ടീഷനിങ് ആണ് അല്ലെ. അതായത് നമുക്കറിയാം എന്തോ ഒരു കണ്ടീഷനിങ്ങിനെ പറ്റിയാണ് പാവ്ലോവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ബിഫോർ കണ്ടീഷനിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്യൂറിങ് കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ്. അതായത് കണ്ടീഷൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ 3 ഫേസുകളിൽ കൂടെയാണ് ഈ ഒരു പരീക്ഷണം കടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് വ്യവഹാരവാദം എന്ന് നോക്കാം. എന്താണ് ഈ വ്യവഹാരവാദം എന്ന് പറയുന്നത്? വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിഹേവിയർ ആണ് അല്ലെ. അപ്പൊ ബിഹേവിയറിസ്റ്റുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ് പ്രസ്താവിക്കുന്നത്. അതായത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് കത്തുന്ന ഒരു പ്രതീതി, അതല്ലെങ്കിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലേ ഫാൻ കറങ്ങുള്ളൂ എന്നുള്ള ഒരു തോട്ട്. ഇത്തരത്തിലുള്ള ഒരു മെക്കാനിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ബിഹേവിയറിസ്റ്റുകാർ പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടേക്ക് കൊടുത്താലേ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. പഠനം എന്ന് പറയുന്നതും ഇത്തരത്തിൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ആര് കാണുന്നത്? ബിഹേവിയറിസ്റ്റുകാർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് സ്റ്റിമുലസ് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? റെസ്പോൺസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊക്കെ ഏറ്റവും ആദ്യം പരീക്ഷണമൊക്കെ നടത്തി അതിനനുസരിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ പാവ്ലോവാണ്. അപ്പോൾ പാവ്ലോവിന്റെ തിയറി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവം ആ തിയറിക്ക് ഒരുപാട് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെയും ഏറ്റവും ആദ്യം അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് തുനിയുന്നത് പാവ്ലോവാണ്. ഇനി അദ്ദേഹത്തിന്റെ തിയറി പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ കുമ്പിടിയുടെ പോലെ അല്ലെ. കുമ്പിടി എന്താണ്? ഈ ഒരു സ്ഥലത്ത് ഒരു രൂപത്തിൽ കാണും, വേറൊരു സ്ഥലത്ത് വേറൊരു രൂപത്തിൽ കാണും, പിന്നെ അതേ സമയത്ത് തന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു രൂപത്തിൽ കാണും. ഇതുപോലെ നമ്മുടെ പാവ്ലോവിന്റെ തിയറിയും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പൗരാണിക അനുബന്ധന സിദ്ധാന്തം, പ്രതികരണ അനുബന്ധന സിദ്ധാന്തം, ഇച്ഛാതീത അനുബന്ധന സിദ്ധാന്തം, എസ് ടൈപ്പ് അനുബന്ധനം. അപ്പൊ എത്ര പേരായി? ഏകദേശം 4 പേരായി അല്ലെ. ഇനി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അപ്പോ ഒരു കണ്ടീഷനിങ്ങിനെ പറ്റിയാണ് ആര് പറയുന്നത്? പാവ്ലോവ് തന്റെ തിയറിയിൽ കൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തിയറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിന്റെ പല പേരുകൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന പേരായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇച്ഛാതീത അനുബന്ധനം, അതല്ലെങ്കിൽ എസ് ടൈപ്പ് കണ്ടീഷനിങ്, ഇങ്ങനെ പല പേരിൽ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ആളെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം?
അതിന്റെ പല പേരുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാലും, പ്രതികരണ അനുബന്ധന സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചാലും, ഇച്ഛാതീത അനുബന്ധനം ആരുടെയാണെന്ന് ചോദിച്ചാലും, എസ് ടൈപ്പ് അനുബന്ധനം ആരുടെയാണെന്ന് ചോദിച്ചാലും ഉത്തരം എന്തേ വരുള്ളൂ? പാവ്ലോവിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മുടെ പാവ്ലോവാണ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അടുത്തത് നോക്കാനായിട്ടുള്ളത് മൂപ്പരുടെ പരീക്ഷണമാണ്. അപ്പോൾ ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സ്കൂൾസ് ഓഫ് സൈക്കോളജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതിൽ നമ്മൾ കാണുന്ന ഒരു സ്കൂളാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് നിരീക്ഷിക്കാൻ പറ്റുന്ന ബിഹേവിയേഴ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠനത്തിന് വിധേയമാക്കേണ്ടത്. അപ്പോൾ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഏതൊക്കെ രീതിയിലാണ് പെരുമാറുന്നത്, ഒരു ഗ്രൂപ്പിലായിരിക്കും അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത്തരത്തില് മറ്റൊരാൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്തിന്റെ ഭാഗമായി വരേണ്ടത്? പഠനത്തിന്റെ ഭാഗമായി വരേണ്ടത്. അതല്ലാതെ ഇപ്പൊ നമ്മൾ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം, സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ എവല്യൂഷൻ നോക്കുമ്പോൾ അതിൽ ആളുകൾ പറയുന്നത് ഇത് ആദ്യകാലത്തില് ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആയിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് കുറെ നാൾക്ക് ശേഷം കുറെ ആളുകൾ പറഞ്ഞു ഇത് മൈൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇങ്ങനെ പല പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മനസ്സാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും അതിനോടൊപ്പം നമ്മുടെ ആത്മാവൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യമായ രീതിയിൽ നമുക്കത് ഒബ്സർവ് ചെയ്തിട്ട് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷമാണ് എന്ത് വരുന്നത്? ബിഹേവിയറിസം കയറി വരുന്നത് അല്ലെ. അവരാണ് പറയുന്നത് മനസ്സിനെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് എന്താണ്? ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സൈക്കോളജി. അപ്പൊ ഇനി എന്താണ് ഈ ബിഹേവിയർ എന്ന് പറയുന്നത്? നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരാളുടെ പെരുമാറ്റം, അതാണ് നമ്മൾ ഈ ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെയാണ് എന്തും നടക്കുന്നത്? പഠനം, ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നടക്കുന്നത്. അങ്ങനെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പാവ്ലോവ് എന്ത് ചെയ്യുന്നത്? ഒരു പരീക്ഷണമൊക്കെ കൊണ്ടുവരുന്നത്. ഇനി എന്താണ് ഈ പരീക്ഷണത്തിൽ നടക്കുന്നത്? ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് പാവ്ലോവ് അവതരിപ്പിച്ചിട്ടുള്ളത്? നോക്കിയാലോ നമുക്ക്? റെഡിയാണല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കണ്ടീഷനിങ് ചെയ്യുന്നതിനു മുന്നേ, അതായത് പാവ്ലോവ് ഒരു നായയിലാണ് പരീക്ഷണം നടത്തുന്നത്. മനുഷ്യന്മാരിലല്ല, മൃഗങ്ങളിലാണ് ബിഹേവിയറിസ്റ്റ് ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് പാവ്ലോവ് എന്ത് ചെയ്തു? തന്റെ പ്രിയപ്പെട്ട ഒരു നായയെ മൂപ്പര് സെലക്ട് ചെയ്തു. അതും നന്നായി വിശന്നിരിക്കുന്ന ഒരു നായയിലാണ് പരീക്ഷണം നടത്താനായിട്ട് പോകുന്നത്. ഇനി ഈ പരീക്ഷണം നടക്കുന്ന റൂം എന്ന് പറയുന്നത് നിറയെ കണ്ണാടികൾ വെച്ചിട്ടുള്ള ഒരു റൂമിലാണ് പാവ്ലോവ് പരീക്ഷണം നടത്തുന്നത്. അങ്ങനെ നിറയെ കണ്ണാടികൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ആർക്ക് നോക്കണം? പാവ്ലോവിന് നോക്കണം. പക്ഷെ പാവ്ലോവ് റൂമിൽ നിന്നിട്ട് നായനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നായയുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് പാവ്ലോവ് എന്ത് ചെയ്യാണ്? ഒളിച്ചു നിന്നിട്ടാണ് നായയെ നിരീക്ഷിക്കുന്നത്. അപ്പം മൂപ്പര് എന്ത് ചെയ്തു? ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തു കറക്റ്റ് ആയിട്ട്. റൂമിൽ നിറയെ കണ്ണാടികൾ വെച്ചിട്ടുണ്ട്, വിശന്നിരിക്കുന്ന ഒരു നായയുണ്ട്. അങ്ങനെ ആദ്യം എന്ത് ചെയ്യാണ്? കുറച്ച് ഇറച്ചിപ്പൊടി നായയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിശന്നിരിക്കുന്ന നായയാണ്. ഇറച്ചിയുടെ സ്മെല്ല് കേൾക്കുമ്പോൾ മൂപ്പർക്ക് എന്ത് വരും? വായയില് ഉമിനീർ സ്രവം അല്ലെ, കൊതിവെള്ളം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നായയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും അത്രയും വിശന്നിരിക്കുന്ന സമയത്ത് ഒരു അൽഫാമോ അതല്ലെങ്കിൽ കുഴിമന്തിയോ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കൊതിവെള്ളം വരും. അപ്പോ ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് എന്താണ്? അനുബന്ധനം ചെയ്യാത്ത ചോദകമാണ്, നാച്ചുറൽ സ്റ്റിമുലസ് ആണ് ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത്. ഇനി ആ ഇറച്ചിപ്പൊടി എന്ന് പറയുന്ന ചോദകമാണ്. ചോദകത്തിന് എന്തുണ്ട്? ഒരു പ്രതികരണം ഉണ്ടായിരിക്കും അല്ലെ. എന്തായിരുന്നു പ്രതികരണം? ഉമിനീർ സ്രവം, നമ്മൾ പറയുന്ന കൊതിവെള്ളം അല്ലെ. ഈ കൊതിവെള്ളം എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ റെസ്പോൺസ് ആണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല? ഇത് കണ്ടീഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു പരിപാടിയാണ്. ഇനി ആദ്യമൊക്കെ എന്ത് ചെയ്തു? ഇറച്ചിപ്പൊടി കൊടുത്തു. ഇറച്ചിപ്പൊടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചിപ്പൊടിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ എന്താണ്? നായയുടെ വായിൽ ഉമിനീർ സ്രവം വരുന്നുണ്ട്. ഇനി അതിനോടൊപ്പം മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്ക് ഓരോ മണി അടിക്കുന്നുണ്ട്. അപ്പോ നായ്ക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ പാവ്ലോവ് ഇടയ്ക്കിടയ്ക്ക് മണി അടിക്കുന്നത്. അപ്പൊ മണിയടി കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുലുക്കവും എവിടെ വരുന്നില്ല? നായയില് വരുന്നില്ല. ഇതുവരെയുള്ള കാര്യങ്ങളാണ് അനുബന്ധനത്തിന് മുൻപേ നടക്കുന്നത്. ഇനി അനുബന്ധനം നടക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കണ്ടീഷനിങ്, ഇനി എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത്?
ഇറച്ചിപ്പൊടിയും മണിയൊച്ചയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് പാവ്ലോവ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു മണി അടിക്കുന്നു, അതിനോടൊപ്പം ഇറച്ചിപ്പൊടി കൊടുക്കുന്നു. ആദ്യം നായ്ക്ക് മനസ്സിലായില്ല, എന്തൊക്കെ കാട്ടിക്കൂട്ടണേ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി നായ്ക്ക്. അങ്ങനെ ഇറച്ചിപ്പൊടിയും മണിയൊച്ചയും ഒരുമിച്ച് കൊടുത്തു തുടങ്ങി. അപ്പോ മണിയടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഉമിനീർ സ്രവം വരുന്നുണ്ട്. പാവ്ലോവ് വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെയും പിന്നെയും ഈ ഒരു പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്തു. മണിയടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അതിനോടൊപ്പം തന്നെ പിന്നെയും മണിയടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അപ്പൊ മണിയൊച്ചയും ഫുഡും തമ്മിൽ ഒരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് കണ്ടീഷനിങ് നടക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോ ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. അതിനോടൊപ്പം നമ്മൾ ബന്ധമുണ്ടാക്കി തീർത്തത് ആരുമായിട്ടാണ്? മണിയൊച്ചയുമായിട്ടാണ്. അപ്പോ അതെന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മണിയൊച്ച എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പൊ നായ മനസ്സിലാക്കുകയാണ്, മണിയടിച്ചാൽ ഫുഡ് കിട്ടും. അവ തമ്മിൽ എന്ത് ചെയ്തു? ഒരു ബന്ധം അവിടെ നായ ഉണ്ടാക്കി തീർക്കുന്നു. ഇനി ഇങ്ങനെ കണ്ടീഷൻ ഒക്കെ ചെയ്ത് നല്ലൊരു അവസ്ഥയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പാവ്ലോവ് എന്ത് ചെയ്യാണ്? മണിയൊച്ച മാത്രം നായക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. പാവം നായ അല്ലെ, കുറച്ചു മുന്നേ വരെ എന്തായിരുന്നു? മണിയടിച്ചാൽ ഭക്ഷണം കിട്ടുമായിരുന്നു. അപ്പൊ അതേ ഒരു മൈൻഡ് സെറ്റിലാണ് നായ ഇരിക്കുന്നത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ് പാവ്ലോവ്? മണിയൊച്ച മാത്രം കേൾപ്പിക്കുന്നു. അപ്പൊ മണിയൊച്ച കേൾക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ത് വരുന്നുണ്ട്? നായയുടെ ഭാഗത്തു നിന്നും ഒരു കൊതിവെള്ളം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് ഭക്ഷണം വരുമല്ലോ എന്നുള്ള ഒരു ചിന്ത ആർക്കുണ്ടാവുകയാണ്? നായക്ക് ഉണ്ടാവുകയാണ്. അപ്പോ ഭക്ഷണം കൊടുക്കാതെയും പാവ്ലോവിന് എന്ത് ചെയ്യാനായിട്ട് പറ്റി? നായയുടെ ഭാഗത്തു നിന്നും ഉമിനീർ സ്രവം വരുത്താനായിട്ട് പറ്റി. അപ്പോ മണിയൊച്ച മാത്രം കേൾപ്പിക്കുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഉമിനീർ സ്രവം വരുന്നുണ്ട്. അതാണ് അനുബന്ധനത്തിന് ശേഷം നടക്കുന്നത്. കാരണം തൊട്ടു മുന്നത്തെ സ്റ്റേജിൽ എന്തായിരുന്നു? മണിയൊച്ചയും ഇറച്ചിയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ഇറച്ചിപ്പൊടി ഇല്ലാതെയും മണിയൊച്ച മാത്രം കേൾപ്പിച്ചപ്പോഴും ആദ്യം വന്ന ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുത്തു. അപ്പോ ഇവിടെ ഏറ്റവും ഒടുവിൽ അനുബന്ധനത്തിന് ശേഷം ഉമിനീർ സ്രവം വരുന്നതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്, അനുബന്ധിത പ്രതികരണം. ഓക്കെ, ഇനി മണിയൊച്ച എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, അനുബന്ധനം ചെയ്ത ചോദകമാണ്. ഇങ്ങനെ ഇതാണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അനുബന്ധനം ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ നടന്നു? അനുബന്ധനം നടക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു? അനുബന്ധനത്തിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇങ്ങനെ 3 ഫേസുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പാവ്ലോവിന്റെ പരീക്ഷണം ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് വീണ്ടും എങ്ങോട്ടേക്ക് പോവാം? നമ്മൾ ആദ്യം കണ്ട ആ ഒരു പിക്ചറിലോട്ട് പോവാം. കാരണം ആ പിക്ചർ ആണ് ഇനി ഒരു മെന്റൽ ഇമാജിനേഷൻ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. ഓക്കെ, നോക്കിയാലോ? നമുക്ക് ആ പിക്ചർ നോക്കിയാലോ? ഇവിടെ പിക്ചർ നോക്കൂ. ബിഫോർ കണ്ടീഷനിങ്ങിൽ 2 പരിപാടികളാണ് ചെയ്യുന്നത്. ഒന്നെന്താണ്? വിശന്നിരിക്കുന്ന നായയുടെ മുന്നിലേക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു അല്ലെ? ഇതാണ് ആദ്യം നടക്കുന്നത്. നോക്കൂ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും വരുന്നുണ്ട്, അൺകണ്ടീഷൻഡ് റെസ്പോൺസും വരുന്നുണ്ട് അല്ലെ? നമുക്കാണെങ്കിലും എന്താണ്? ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കൊതിവെള്ളം വരും. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു പാവ്ലോവ് എന്താണ് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഓരോ മണി അടിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ന്യൂട്രൽ സ്റ്റിമുലസ്. അവിടെ മണിയൊച്ച കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രതികരണം വരില്ല. കാരണം എന്താ? ആ നായ വിചാരിച്ചു പാവ്ലോവിന് ഭ്രാന്താന്ന് തോന്നുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മണി അടിക്കുന്നുണ്ട്. കാരണം ഈ മണി അടിക്കുമ്പോൾ മൂപ്പർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അല്ലെ? നായ്ക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പൊ അതിന് പ്രതികരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അവിടെ എന്ത് നടന്നിട്ടില്ല? കണ്ടീഷനിങ് നടന്നിട്ടില്ല കേട്ടോ. കണ്ടീഷനിങ് നടക്കുന്നതിന് മുന്നെയാണ് ഈ 2 കാര്യങ്ങളും വരുന്നത്. ഇനി അടുത്തതാണ് പാവ്ലോവ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? കണ്ടീഷനിങ്ങിലോട്ട് പോകുന്നത്. മണി അടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ആദ്യമൊക്കെ നായ്ക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ഇങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ 1-2 തവണ ഇത് ആവർത്തിച്ചപ്പോൾ നായ എന്ത് മനസ്സിലാക്കണ? മണിയൊച്ച കേട്ട് കഴിഞ്ഞാൽ ഭക്ഷണം വരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു റെസ്പോൺസ് വരുന്നുണ്ട്. ഓക്കെ, അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. കാരണം എന്താണ്? അവിടെ ഭക്ഷണം കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ മണിയടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഉമിനീർ സ്രവം വരുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കണ്ടീഷനിങ് ചെയ്തതിന് ശേഷം
മണിയൊച്ചയും ഭക്ഷണവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എന്താണ് സംഭവിക്കുക? മണിയൊച്ച കേൾക്കുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്ഷണം കാണുന്നതിനു മുന്നേ എന്താണ് നായയുടെ ഭാഗത്തു നിന്നും ഉമിനീർ സ്രവം വരുന്നു. അവിടെയാണ് നമുക്ക് കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് റെസ്പോൺസും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് മണിയൊച്ചയാണ്. മണിയൊച്ച മാത്രം കേൾക്കുമ്പോൾ നായയുടെ ഭാഗത്തു നിന്നും ഉമിനീർ സ്രവം വരുന്നതാണ് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇതാണ് പരീക്ഷണം. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? പാവ്ലോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു ഇമേജ് ആണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഇമേജ് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി എന്തൊക്കെയാണ് മൂപ്പര് ഈ പരീക്ഷണത്തിൽ കൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. പാവ്ലോവിന്റെ നിയമങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട് പാവ്ലോവ് കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഒന്നാമത്തേത് വിലോപം, എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നതാണ്. എന്താണ് ഈ എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്? ആഹാരം കൊടുക്കാതെ മണിയടിക്കുക മാത്രം ചെയ്ത് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, സെക്കൻഡ് ഫേസിലോട്ട് പോയപ്പോ മണിയൊച്ചയും ആഹാരവും തമ്മിൽ ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നായ മനസ്സിലാക്കാണ് മണിയൊച്ച കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം വരും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ് നായ? ഒരു പ്രതികരണം കൊണ്ടുവരുന്നുണ്ട്. ഇനി പാവ്ലോവ് ഇടയ്ക്ക് എന്താണ് കുറച്ച് വെറൈറ്റിയുടെ ആളാണ്. മൂപ്പരെ പിന്നെ വിചാരിക്കുകയാണ് അന്നാ കുറച്ച് മണിയടിക്കാം. അപ്പൊ ആദ്യം മണിയടിക്കുമ്പോ നായ എന്താണ് ഇപ്പൊ ഭക്ഷണം വരുമല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ നായ മനസ്സിലാക്കാണ് ഇത് മണിയടിക്കൽ മാത്രമേ ഉള്ളൂ, ഭക്ഷണം വരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നായയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം നിന്നു പോകും അല്ലെ. ഭക്ഷണം വരണം അല്ലെ, ഭക്ഷണം വന്നെങ്കിൽ മാത്രമാണ് പ്രതികരണം ഉണ്ടാവുള്ളൂ. അപ്പൊ മണിയൊച്ച മാത്രം കേൾപ്പിച്ച് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ, അതിനെയാണ് അദ്ദേഹം എക്സ്റ്റിൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു നിയമം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി ആണ്. പുനഃപ്രാപ്തി എന്ന് പറയും. പുനഃപ്രാപ്തി എന്ന് പറയുന്നത് നായയ്ക്ക് ആഹാരം കൊടുക്കാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ച് ഉമിനീർ സ്രവം വരാതിരുന്ന ഒരു സമയമുണ്ട് അല്ലെ. ആ സമയത്തിന് ശേഷം പിന്നെയും എന്ത് ചെയ്യാണ് പാവ്ലോവ്? ഭക്ഷണവും മണിയൊച്ചയും തമ്മിലുള്ള ഒരു ബന്ധം റീക്രിയേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് വീണ്ടും പ്രതികരണം ഉണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. വിലോപത്തിന് ശേഷം സംഭവിക്കുന്നതാണ് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. ആഹാരം നൽകാതെ മണിയൊച്ച മാത്രം കേൾപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? നായ കുറെ കഴിഞ്ഞപ്പോ മനസ്സിലാക്കി ഇത് പാവ്ലോവ് പറ്റിക്കലാണെന്നുള്ളത്. അപ്പൊ നായ എന്ത് ചെയ്തു? ഉമിനീർ സ്രവം വരുത്താതെ ഇരുന്നു. അതായിരുന്നു വിലോപം. വിലോപത്തിന് ശേഷം പിന്നീട് പാവ്ലോവ് എന്ത് ചെയ്യാണ്? വീണ്ടും മണിയൊച്ചയോടൊപ്പം ഭക്ഷണം കൂടെ നായയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണം നായയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും എന്ത് ചെയ്യപ്പെടുകയാണ്? വരുന്നു. അതാണ് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് വിളംബിത അനുബന്ധിത പ്രതികരണം അല്ലെങ്കിൽ ഡിലേയ്ഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ഓർത്തിരിക്കുക, വിളംബിത അനുബന്ധിത പ്രതികരണം. നോക്കിയാലോ, മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതിനുമിടയിൽ സമയ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം കുറയുന്നതായി കണ്ടു. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാവുന്നതായി കണ്ടു. ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് വിളിക്കുന്നു. ഒന്നുമില്ല മക്കളെ, സിമ്പിൾ ആണ്. നിങ്ങൾ ഈ കോൺസെപ്റ്റുകളൊന്നും തന്നെ കാണാപ്പാഠം പഠിക്കേണ്ട. കാരണം നമ്മുടെ എക്സാമുകൾക്ക് വാട്ട് ഈസ് ഡിലൈഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ചോദ്യം വരില്ല അല്ലെ. ഒന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കും, അതല്ലെങ്കിൽ ശരിയായിട്ടുള്ള പാവ്ലോവിന്റെ നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോൺസെപ്റ്റ് ആണ്. അപ്പോ ഇവിടെ ആദ്യം പാവ്ലോവ് ചെയ്യുന്നത് മണിയടിക്കുന്നു, 2-3 സെക്കൻഡിന് ശേഷം എന്ത് ചെയ്യുന്നു? ഭക്ഷണം കൊടുക്കുന്നു. ഇത് 1-2 തവണ ഇതേ ഒരു ഡിഫറൻസിൽ വരണം. അതായത് 3 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ എന്ത് ചെയ്യുന്നു? ഭക്ഷണവും മണിയൊച്ചയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് പാവ്ലോവ് എന്ത് ചെയ്യാണ്? ഈ സമയ വ്യത്യാസം കുറച്ചും കൂടെ കൂട്ടുന്നു. ആദ്യം മണിയടിക്കുന്നു, 2 മിനിറ്റിന് ശേഷം ഭക്ഷണം കൊടുക്കുന്നു.
പിന്നീട് എന്ത് ചെയ്യാണ്, അപ്പൊ പാവലോ നായ വിചാരിക്കുന്നുണ്ട് ഇത്ര സമയ വ്യത്യാസത്തിലല്ലല്ലോ ഭക്ഷണം കിട്ടിയിരുന്നത് അല്ലെ, 2-3 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പാവ്ലോവ് ഭക്ഷണം കൊടുത്തിരുന്നതാണ്. അങ്ങനെയാണ് ഈ സമയ ദൈർഘ്യം കൂട്ടുന്നത്. സമയ ദൈർഘ്യം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്താണ്, ഉമിനീർ സ്രവണം കുറയും അല്ലെ. മൂപ്പര് എന്ത് ചെയ്യും, മണി അടിച്ച വഴിക്ക് തന്നെ ഇതിങ്ങനെ ഓർത്തിരിക്കും ഇപ്പൊ വരും ഭക്ഷണം എന്നുള്ള നിലയിൽ. പക്ഷെ ഭക്ഷണം വരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ത് കുറയാണ്, ഉമിനീർ സ്രവണം കുറയുന്നു. പക്ഷെ പാവ്ലോവ് വിട്ടു കൊടുക്കുന്നില്ല. മൂപ്പര് എന്ത് ചെയ്യാണ്, ഈ സമയ ദൈർഘ്യം ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരുന്നു. അപ്പോൾ നായ എന്ത് മനസ്സിലാക്കാണ്, കുറച്ച് വൈകിയാലും എനിക്ക് ഭക്ഷണം കിട്ടും. ആ ഒരു സിറ്റുവേഷനുമായിട്ട് നായ പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇതിനെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്, ഡിലൈഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം നായയ്ക്ക് അറിയുന്നില്ല ഇത് പാവ്ലോവ് ഇങ്ങനെ സമയദൈർഘ്യം കൂട്ടുന്നതാണ് എന്നുള്ള കാര്യം നായയ്ക്ക് അറിയുന്നില്ല. നായ അത് മനസ്സിലാക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടും. ആ ഒരു തോന്നലിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പ്രതികരണത്തിന്റെ തോത് കൂടുന്നത്. ഓക്കെ, നാലാമത്തെ കോൺസെപ്റ്റ് ആണ് ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ഈ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് നമുക്ക് നോക്കുന്നതിന് മുന്നേ എന്താണ് ചോദക സാമാന്യവൽക്കരണം എന്ന് നോക്കാം. ചോദക സാമാന്യവൽക്കരണം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ചോദക വിവേചനം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ എന്താണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ്, കണ്ടീഷൻ ചെയ്തു, മണിയൊച്ചയും ഭക്ഷണവും തമ്മിൽ നല്ല ഒരു ടൈപ്പിൽ കൊണ്ടുപോയി അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം നായയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പാവ്ലോവ്, മണിയൊച്ചയില് പല പല മാറ്റങ്ങൾ വരുത്തുന്നു. പക്ഷേ പാവം നായ ഇങ്ങനെ പാവ്ലോവ് ചതിക്കുമെന്ന് വിചാരിച്ചില്ല. ഏതൊരു സൗണ്ട് കേട്ടാലും പ്രതികരിക്കാൻ പാകത്തിലേക്ക് ആര് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ നായ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈക്കിളിന്റെ മണിയൊച്ച കേൾക്കുമ്പോഴും പാവ്ലോവ് ഒരു പാത്രത്തിൽ കൊട്ടുമ്പോഴും അതല്ലെങ്കിൽ പാവ്ലോവിന്റെ ഫോണിന്റെ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോഴും ഏതൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാലും പാവം നായയുടെ വിചാരം എന്താണ്, ഇപ്പൊ വരും എനിക്കുള്ള ഇറച്ചി എന്നുള്ള ഒരു മൈൻഡ് സെറ്റില്. അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്, ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഏതൊരു ശബ്ദത്തിനെയും ഒരുപോലെ കണ്ട് എന്ത് ചെയ്യുന്നു, പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രവണത, അതാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് ചോദക വിവേചനം എന്ന് നമുക്ക് നോക്കാം. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള 2 മണിനാദങ്ങളിൽ ഭക്ഷണം നൽകിയപ്പോൾ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ചോദക വിവേചനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശബ്ദത്തില് പല പല മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പൊ ആദ്യം എന്താണ്, എല്ലാ ശബ്ദത്തോടും നായ പ്രതികരിച്ചു. പക്ഷെ നായ അവിടെ എന്താണ്, നായനെ പാവ്ലോവ് പറ്റിച്ചു. അപ്പോ ഈ തരത്തില് സൈക്കിളിന്റെ മണിയൊച്ചയ്ക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പാവ്ലോവ് ഭക്ഷണം കൊടുക്കുന്നത്. അത് പാവം നായക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പാവ്ലോവ്, സൈക്കിളിന്റെ മണിയൊച്ചയും പാത്രത്തിൽ കൊട്ടുന്ന സൗണ്ടും ചെണ്ടയിൽ കൊട്ടുന്ന സൗണ്ടും ഫോണിൽ ഉണ്ടാക്കുന്ന സൗണ്ടും അങ്ങനെ എല്ലാ സൗണ്ടുകളും പാവ്ലോവ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ശബ്ദത്തിനും നായ പ്രതികരിച്ചു. പിന്നീട് നായ മനസ്സിലാക്കുകയാണ്, ഇങ്ങനെ എല്ലാ ശബ്ദത്തിനും പാവ്ലോവ് എനിക്ക് ഭക്ഷണം തരുന്നില്ല. എന്തിനു മാത്രമേ തരുന്നുള്ളൂ, സൈക്കിളിന്റെ മണിയൊച്ചയ്ക്ക് മാത്രമാണ് എനിക്ക് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, സൈക്കിളിന്റെ മണിയൊച്ചോട് മാത്രം പ്രതികരിച്ചാൽ മതി. ബാക്കിയുള്ള സൗണ്ടും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, ഞാൻ വെറുതെ പ്രതികരിക്കേണ്ട. ഈ രീതിയിൽ ഏത് സൗണ്ടിനാണോ എനിക്ക് ഭക്ഷണം കിട്ടുന്നത് ആ സൗണ്ടിനെ കൃത്യമായ രീതിയിൽ തിരിച്ചറിയാൻ ആര് പഠിച്ചു, നായ പഠിക്കുന്നു. ഈ ഒരു പ്രക്രിയനെയാണ് നമ്മൾ ചോദക വിവേചനം അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെ 5 കോൺസെപ്റ്റുകളാണ് പാവ്ലോവിന്റെ തിയറിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്.
ഇനി ഇതൊന്നും കൂടെ മനസ്സിലാവാനായിട്ട് നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. അതായത് ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് നമുക്ക് പാവ്ലോവിന്റെ തിയറീനെ കണക്ട് ചെയ്യാം. റെഡിയാണല്ലോ? നിങ്ങൾ റെഡിയാണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ടീച്ചർ എന്ത് ചെയ്യാണ്? ഒരു ഫ്ലാഷ് കാർഡ് കാണിച്ചു കൊടുത്തിട്ട് മക്കളെ ഇതാണ് ആന എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. 1-2 തവണ ഇതാണ് ആന, ഇതാണ് ആന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും? അവരതിന്റെ പേര് ആ ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് ആനയാണ് എന്നുള്ളൊരു കാര്യം അവര് പഠിക്കും, അല്ലേ? അപ്പോൾ ഇത്തരത്തില് ടീച്ചർ കൊടുക്കുന്നതാണ് ഇതാണ് ആന എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രം കാണിച്ചു കൊടുക്കുന്നു. അതാണ് ചോദകം എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പ്രതികരണം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ആന എന്ന് പറയുന്നതാണ് റെസ്പോൺസ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ടീച്ചർ പറയുകയാണ്, മക്കളെ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളോ, നാളെ ശരിക്കും പോലെ പഠിച്ചിട്ട് വന്നോളോ ട്ടാ എന്ന് പറയണം. കുട്ടികൾ എന്ത് ചെയ്യാണ്? ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ പോയി അത്യാവശ്യം നല്ല രീതിയിൽ അവർ എന്ത് ചെയ്തു? പഠിച്ചു. അങ്ങനെ ടീച്ചർ പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ചിത്രം കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? ടീച്ചറെ ഇത് ആന എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ഉത്തരം പറഞ്ഞ കുട്ടികൾക്ക് ടീച്ചർ അവിടെ എന്ത് ചെയ്യാണ്? മിഠായികൾ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതിനോടൊപ്പം തന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? വേറെയും ചില ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ചിത്രങ്ങളൊന്നും ടീച്ചർ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. കുട്ടികൾക്ക് ആകെ കൂടെ അറിയാൻ പറ്റുന്നത് എന്താണ്? ആന, അതായത് ടീച്ചർ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു ചിത്രമാണ്. ആ ചിത്രം കാണിച്ചു കൊടുത്തിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? ഇത് ആനയാണെന്ന് പറഞ്ഞു കൊടുത്തത്. പിറ്റത്തെ ദിവസം കുറെ കളർ ചിത്രങ്ങളും കുറെ 3D ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല. കാരണം അവർക്ക് അറിയാവുന്ന എന്തുമാത്രമാണ്? ടീച്ചർ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ചിത്രം മാത്രമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്താണോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യവഹാരവാദികൾ സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനു എന്ന് പറയുന്ന കുട്ടി, അനുവിന് മാത്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം ഈ മാത്സ് എടുക്കുന്ന ടീച്ചർ കുറച്ച് പ്രശ്നക്കാരിയാണ്. മൂപ്പരുടെ രൂപം കാണുമ്പോൾ തന്നെ അനുവിന് എന്താണ്? ഭയങ്കര പേടിയാണ്. ഈ ടീച്ചർ ആണെങ്കിൽ ഭയങ്കര അടിക്കുന്ന ടീച്ചറുമാണ്. അങ്ങനെ അനു എന്താണ്? 2ാം ക്ലാസ്സിൽ ഈ ടീച്ചറോടുള്ള പേടി കാരണം എന്ത് ചെയ്യാണ് അനു? മാത്സ് പഠിക്കുന്നു. അങ്ങനെ ഒരുവിധം മൂപ്പര് പഠിച്ച് ഈ 2ാം ക്ലാസ് കടന്നു കിട്ടി. എവിടേക്ക് എത്തി? 3ാം ക്ലാസ്സിലെത്തി. 3ാം ക്ലാസ്സിൽ മാത്സ് എടുക്കുന്നത് വേറൊരു ടീച്ചറാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അനു 4ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറുടെ അതേപോലെയുള്ള ഒരു ടീച്ചർ വരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ടും അനുവിന്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? 2ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന അതേ ഒരു പേടിയും സംഭ്രമവുമാണ് 4ാം ക്ലാസ്സിൽ അനുവിനും ഉണ്ടാവുക. കാരണം എന്താണ്? അനു വിചാരിക്കുകയാണ് ആ ടീച്ചറുടെ അതേ സ്വഭാവം തന്നെയായിരിക്കും ഈ ടീച്ചർക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ടീച്ചറുടെ അതേ സ്വഭാവം, അതേ ഒരു കാര്യങ്ങൾ തന്നെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നതാണ് അവിടെ എന്ത് നടത്തുന്നത്? അനു ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ചോദകങ്ങൾ എന്താണ്? ഒരേപോലെ തോന്നുകയാണ്. അങ്ങനെ അനു എന്താണ്? 4ാം ക്ലാസ്സിൽ ഈ പുതിയ ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഈ ടീച്ചർ പക്ഷെ പണ്ടത്തെ ടീച്ചറുടെ പോലെയല്ല, 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറുടെ പോലെയല്ല. രൂപമൊക്കെ ഏകദേശം അങ്ങനെ ഉണ്ടെങ്കിലും ഈ ടീച്ചറുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളുണ്ട്. ടീച്ചർ അങ്ങനെ അടിക്കുന്നൊന്നുമില്ല, കാര്യങ്ങൾ നന്നായി പറഞ്ഞു തരുന്നുണ്ട്, കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ഷൻസ് നടത്തുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ടും അനു എന്ത് മനസ്സിലാക്കും? അന്ന് കണ്ട ടീച്ചറല്ല ഈ ടീച്ചർ ആള് പാവമാണ്. അപ്പോ അവിടെ എന്താണ്? ഏറ്റവും ആദ്യം അനു നടത്തുന്നത് ചോദക സാമാന്യവൽക്കരണമാണ്. പിന്നീടാണ് അനു മനസ്സിലാവുന്നത് ഇത് ആ ടീച്ചറുടെ പോലെയല്ല, ഈ ടീച്ചർ അടിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് പുതിയ ടീച്ചറെ കാണുമ്പോൾ അനുവിന് പേടി വരേണ്ട ആവശ്യം ഇല്ല. അനു എന്ത് ചെയ്തു? 2 ടീച്ചറുടെയും വ്യത്യാസങ്ങൾ അതിനെ കൃത്യമായ രീതിയിൽ വിവേചിച്ചറിയാനായിട്ട് അനുവിന് പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് ചോദക സാമാന്യവൽക്കരണവും ചോദക വിവേചനം എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോ ഈ രീതിയിലുള്ള കോൺസെപ്റ്റുകളാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? പാവ്ലോവ്
കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രീതിയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്. നമ്മൾ എന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആര് കൊണ്ടുവന്നതാണ്? ബിഹേവിയറിസ്റ്റുകാര് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ 5 കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ പാവ്ലോവിന്റെ പരീക്ഷണവും മറന്നു പോകരുത്. കാരണം ഈ പരീക്ഷണങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഈ കോൺസെപ്റ്റുകൾ പഠിക്കാൻ പറ്റുന്നത്. ഈ കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലെ എക്സാമിന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു ചിത്രത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? കുട്ടികള് ശരിയായിട്ടുള്ള പ്രതികരണങ്ങൾ പറയുന്നു. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞ് നമ്മൾ 3D അതേപോലെ തന്നെ കളർ ചിത്രങ്ങളും കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾ എന്താണ്? ആദ്യമൊക്കെ സെയിം മറുപടികൾ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക, ആന എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ടീച്ചർ പറയാണ്, മക്കളെ ഇതിങ്ങനെയല്ല, അതല്ലെങ്കിൽ ഇതിങ്ങനെയല്ല എന്നുള്ളതിന് ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു ശിക്ഷയോ അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ കൊടുക്കുന്നു. പതുക്കെ പതുക്കെ കുട്ടികൾ മനസ്സിലാക്കുകയാണ് ടീച്ചർ ആദ്യം പഠിപ്പിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു ആനേനെയാണ്, അത് മാത്രമാണ് ആന, ബാക്കിയുള്ളതൊന്നും ആനയല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? ചോദകങ്ങളെ വിവേചിച്ചറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കുട്ടികള് അതല്ലെങ്കിൽ ലേണർ എന്ത് ചെയ്തോളും? നമ്മൾ ടീച്ചർ കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളുമായിട്ട് അവര് പൊരുത്തപ്പെട്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്തോളും. ഈ രീതിയിൽ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബിഹേവിയറിസ്റ്റുകാരുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഏതാണ്ട് ഇതേ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മുടെ തൊണ്ടയ്ക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിൽ നമ്മുടെ സ്കിന്നറിന്റെ കാര്യത്തിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പാവ്ലോവിന്റെ തിയറി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കോൺസെപ്റ്റുകൾ 5 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. അപ്പോൾ പാവ്ലോവിന്റെ തിയറിയും അതിനോടൊപ്പം തന്നെ കോൺസെപ്റ്റുകളും ഇനി നല്ല രീതിയിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി ഓർത്തിരിക്കുക. പാവ്ലോവ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ആദ്യം കാണിച്ചു തന്നിട്ടുള്ള ആ 3 ഫേസുകളിലുള്ള ആ ഒരു പിക്ചർ അല്ലെ, ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ് എന്നുള്ള ഒരു ഇമാജിനേഷൻ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് പറയാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് ഇങ്ങനെ ക്ലാസിന്റെ രൂപത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഏതാണെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പറയാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആ ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കിനിയും കാണാം. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുക, ഹാർഡ് വർക്ക് ചെയ്യുക, റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്